ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്കിനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രേവതിനെ കാണാതെ പോയിരിക്കല്ലേ. അങ്ങനെ രേവതിനെ കാണാതെ പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു. സച്ചി തിരിച്ചു വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഇതിനിടയിൽ നിങ്ങളെ ഇന്നത്തെ വിശേഷം ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും. നമ്മുടെ ശരത്താണെങ്കിൽ സച്ചിക്ക് എതിരെ കൊണ്ടുപോയി പരാതിയൊക്കെ കൊടുത്തു. പക്ഷെ ആ പരാതിക്ക് വലിയ വിലയൊന്നും ഉണ്ടായില്ല. നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പം പോലീസുകാർക്ക് മനസ്സിലായി ഈ പറയുന്ന ശരത്ത് കുറച്ച് വശവശ കേസാണ്, മാത്രമല്ല ഇവർക്കിടയിൽ ചെറിയൊരു ശത്രുത ഉള്ളത് കൊണ്ട് നമ്മുടെ സച്ചിനെ പെടുത്താൻ നോക്കിയതാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേസ് അതിന്റെ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ സച്ചിയുടെ കേസാണ് അവിടെ എടുത്തിരിക്കുന്നത്, FIR ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. കൂടെ മറ്റേ ചുള്ളിക്കമ്പ് ഉണ്ട് കേട്ടോ, നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ. അങ്ങനെ സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിനെ കൊണ്ടുപോയി വീട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ തിരിച്ചു പോയി. വീട്ടില് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് നമ്മുടെ സച്ചി കയറി ചെല്ലുന്നത്. വീട്ടുകാരോട് എന്ത് പറയണമെന്ന് അറിയില്ല, രവീന്ദ്രനോട് എന്ത് പറയണമെന്ന് അറിയില്ല. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സച്ചി കാരണമാണല്ലോ രേവതി പോയതെന്നുള്ള സങ്കടം. അങ്ങനെ വീട്ടിനകത്തേക്ക് കയറി ചെന്ന് ഭയങ്കര വിഷമത്തോടു കൂടി ആടി തൂങ്ങി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ കയറി ചെല്ലുമ്പം അവിടെ ഒരാൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആരാണ്? നമ്മുടെ രേവതി വീടിനകത്ത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. സച്ചി കണ്ടത് ഓടി അങ്ങോട്ട് ഒന്ന് തുറച്ചു നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു വിട്ടോ നമ്മുടെ സച്ചി. കാരണം രേവതിനെ കണ്ടതിന്റെ ആ ഒരു സന്തോഷമേ. അങ്ങനെ പുഞ്ചിരിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത് ഇവൾ എന്ത് പരിപാടിയാ കാണിച്ചത്. ഇത്രയും നേരം മനുഷ്യനായിട്ട് വട്ടം ചുറ്റിച്ചില്ലേ. ഓടി ചെന്നിട്ട് നീ എവിടെ പോയേക്കുമായിരുന്നടി എന്ന് പറഞ്ഞ് തല്ലാനായിട്ട് അങ്ങ് ചെന്നപ്പോഴത്തേക്കും രേവതി ഇങ്ങ് മാറിയിട്ട് എന്താ സച്ചേട്ടൻ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ എവിടെ പോയേക്കുമായിരുന്നടി ഇത്ര നേരം ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. നമ്മുടെ സച്ചി രേവതിനെ അങ്ങ് കെട്ടിപ്പിടിക്കുക. ഈ സമയത്ത് ചന്ദ്രയും രവീന്ദ്രനും ശ്രീകാന്തും ഒക്കെ വരികയാണ് കേട്ടോ. ശ്രീകാന്തുണ്ട്, ശ്രുതിയുണ്ട്. അപ്പൊ സച്ചി രേവതി ഇങ്ങനെ രേവതി കെട്ടിപ്പിടിച്ചിട്ടില്ല, സച്ചി കണ്ടതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഇവര് കാണുന്നത്. പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ഒന്ന് മാറി തിരിഞ്ഞു മുഖം തിരിച്ചു. ശ്രുതിയും മുഖം തിരിച്ചു. രവീന്ദ്രന് മുഖം തിരിച്ചു. ചന്ദ്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങ് മുഖം തിരിച്ചു. കുറച്ചു നേരം നമ്മുടെ സച്ചി പരിസരം അങ്ങ് മറന്നുപോയി, പരിസര ബോധം ഇല്ലാതായി പോയി. ഭാര്യനെ കണ്ടതിന്റെ സന്തോഷമേ. അങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നമ്മുടെ സച്ചി നിന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് രേവതി സച്ചിയുടെ വിട്ട് എല്ലാവരും വന്ന് നിൽക്കാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സച്ചി പെട്ടെന്ന് വിട്ടു. എന്താ സച്ചേട്ടാ ഇത്? സച്ചേട്ടൻ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്താ പറ്റിയതെന്നോ, നീ എന്താടി ഒന്നും അറിയത്തില്ലാത്ത പോലെ സംസാരിക്കുന്നത്, നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നു? അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ അവളിപ്പോ വന്നതേ ഉള്ളൂ, നീ അവളോട് വഴക്കൊന്നും കൂടാതെ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ. അവള് മനഃപൂർവ്വം ഒന്നും ആരെയും പിണക്കാൻ വേണ്ടി ഒന്നും ഇറങ്ങിപ്പോയതല്ല. പിന്നെ ഇവൾ എന്തിനാ പോയത്? നീ എന്തിനാ പോയതെന്ന് ഇപ്പൊ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അല്ലെങ്കിലും നീ എന്തിനാ പോയതെന്ന് പറഞ്ഞിട്ട് പെരക്കകത്ത് കയറിയാ മതിയെന്ന് ഓർത്താ ഞാന്, നിന്നെ പെരക്കകത്ത് കയറ്റിയാൽ മതിയെന്ന് ഓർത്താ ഞാന്. നീ എന്തിനാണ് ഇവിടെ നിന്ന് പോയത്? മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് പോലീസ് കേസ് കൊടുത്തിട്ട് വന്ന് നിൽക്കുക സച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ്, സച്ചേട്ടാ അതെന്തിനാ പോലീസിൽ കൊണ്ട് കേസൊക്കെ കൊടുത്തത്? പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തത് എന്തിനാണെന്നോ? നിനക്കറിയാമോ നടന്നതൊക്കെ എന്താണെന്ന്? ഞാൻ എത്രമാത്രം പരിശ്രമിച്ചെന്നോ? ഇവിടെ ഓരോരുത്തർ എത്രമാത്രം പരിശ്രമിച്ചെന്നോ? അച്ഛന്റെ അവസ്ഥ നിനക്ക് അറിയത്തില്ലേ? അച്ഛൻ എത്രമാത്രം വേദനിച്ചെന്നോ? സച്ചേട്ടാ ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഇവിടെ നിന്ന് പോയത് വലിയ തെറ്റു വല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞിട്ടല്ലേ പോയത്. പറഞ്ഞിട്ടോ? ആരോട് പറഞ്ഞിട്ട്? അത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എത്തിയിട്ടോ. ശ്രുതി കയറി വന്ന ആ ഒരു സമയത്തായിരുന്നു. ശ്രുതിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി കയറി വന്നത്. ശ്രുതിയല്ല, സോറി, വർഷ മാറിപ്പോയിട്ടോ, പേര് മാറിപ്പോയി. വർഷ കയറി വന്ന സമയത്തായിരുന്നു. വർഷയ്ക്ക് കുറച്ച് ഡബിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ ഞാൻ വേറെ ആരോടും അല്ല പറഞ്ഞിട്ട് പോയത്, ഞാന് വർഷയോടാ പറഞ്ഞിട്ട് പോയത്. വർഷയോട് പറഞ്ഞിട്ട് പോയെന്നോ? അപ്പൊ വർഷ പെട്ടെന്ന് എന്നോട് പറഞ്ഞെന്നോ? രേവതി ചേച്ചി എന്താ രേവതി ചേച്ചി പറയുന്നത്? രേവതി ചേച്ചി എപ്പ എന്നോട് പറഞ്ഞു? എങ്ങനെ എന്നോട് പറഞ്ഞു? രേവതി ചേച്ചി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വർഷേ നീ നുണ പറയരുത് കേട്ടോ. അപ്പോഴത്തേക്കാണ് ശ്രുതിയും നിങ്ങൾ രണ്ടിൽ ആരോ ഒരാൾ നുണ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ രേവതി നുണ പറയുന്നു, അല്ലെങ്കിൽ വർഷ നുണ പറയുന്നു. ഇതിപ്പോ നിങ്ങൾ രണ്ടും കൂടെ ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിക്കുക, അല്ലാതെ ഇനിയിപ്പം മറ്റുള്ളവരെ പൊട്ടനാക്കിയിട്ട് കാര്യമില്ലെന്നോ. ഇപ്പൊ സച്ചി ചോദിച്ചു, എന്താ രേവതി നീ പറയുന്നത്? വർഷ പറയുന്നു നീ പറഞ്ഞിട്ടില്ല എന്ന്. അയ്യോ അങ്ങനെയൊന്നും അല്ല സച്ചേട്ടൻ, ഞാൻ നുണ പറയത്തില്ലെന്ന് സച്ചേട്ടൻ അറിയില്ലേ?
സച്ചിയുടെ ഞാൻ വർഷയോട് പറഞ്ഞായിരുന്നു. വർഷ ആ ഒരു സമയത്ത് റൂമിനകത്ത് നിപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ പോയത് വേറെ ഒന്നിനും അല്ല എന്ന് പറഞ്ഞിട്ട് ആ പോയ കഥ അങ്ങ് പറയാണ്. വേറൊന്നും അല്ല കേട്ടോ. രണ്ട് കൂട്ടുകാർ വന്നു നമ്മുടെ രേവതിയുടെ. അപ്പൊ ഇവിടെ അവിടുത്തെ എവിടെയോ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് ഇവരെല്ലാ മാസവും കണ്ട് പൂജ നടത്തുന്നതാണ്. അതായത് കുറച്ച് നേർച്ചയും വഴിപാടൊക്കെ നടത്തുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ രേവതിയുടെ കാര്യം അറിയാലോ, കുറച്ച് ഭക്തി കൂടുതലുള്ള കൂട്ടത്തിലാണ്, ദൈവവിശ്വാസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ഇവരുടെ കൂടെ ആ ഒരു ക്ഷേത്രത്തിൽ ആ ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ അവിടെ സച്ചി ഇല്ലായിരുന്നു, രവീന്ദ്രൻ ഇല്ലായിരുന്നു, അതുപോലെ വേറെ ആരും അവിടെ ഇല്ല. വർഷേനെയാണ് അപ്പൊ അവിടെ കണ്ടത്. ചന്ദ്രയാണെങ്കിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വർഷേനെ കണ്ടത് വർഷയോട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ വർഷ തല കുലുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ രേവതി എന്താ ഓർക്കുന്നത്? വർഷ തല കുലുക്കുന്നു. അപ്പൊ പിന്നെ വർഷ കേട്ടു എന്നല്ലേ ഓർക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ സംഭവം. ഈ സംഭവം നമ്മുടെ വർഷ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ആലോചിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ വർഷ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രേവതി വന്നിട്ട് ഈ മാറ്റർ സംസാരിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോവുകയാണ്, കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ എന്ന് നീ ഇവിടെ എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കണമെന്ന്. അപ്പൊ നമ്മുടെ വർഷ ഫോൺ വിളിക്കുന്നത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ്. അപ്പൊ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ചെവിയിൽ വെച്ചേക്കുന്നത് നമ്മുടെ രേവതിക്ക് കാണത്തില്ല. അപ്പൊ വർഷ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഫോണിൽ കൂടി നമ്മുടെ വർഷ ആയിക്കോട്ടെ ശരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി അവിടെ നിന്ന് ഞാൻ പോവാന്ന് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്താ പോകുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർഷ എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതി എന്താ വിചാരിക്കുന്നത്? വർഷ താൻ പറഞ്ഞതിനൊക്കെ എസ് വെക്കുകയാണ് എന്നല്ല രേവതി വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ വർഷയാണെങ്കിൽ എന്താ, വർഷ ഈ രേവതി പറയുന്നൊന്നും കേൾക്കുന്നുമില്ല. വർഷ ഫോണിൽ കൂടെ മറുപടി കൊടുത്തോണ്ടിരിക്കുക. അപ്പം വർഷയുടെ കയ്യിലും തെറ്റില്ല, രേവതിയുടെ കയ്യിലും തെറ്റില്ല. അങ്ങനെ വർഷ പറഞ്ഞു, ഓ ഞാൻ ആ സമയത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാ പിന്നെ അപ്പോഴായിരിക്കും രേവതി ചേച്ചി വന്നത് എന്ന് പറഞ്ഞ് ആ സംഭവം എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ശരിയാണ്, നീ എന്നാ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നതായിരിക്കും, നീ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു നീ കേട്ടെന്ന്, അതുകൊണ്ടാ ഞാൻ പോയതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രശ്നം അവിടെ സോൾവ് ആകുന്നത്. അപ്പൊ നമ്മുടെ വർഷ കേട്ടിരുന്നില്ല. അപ്പം അതാണ് മൊത്തത്തിൽ സംഭവിച്ചത്. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര, ഇത്രയും നേരം മനുഷ്യനെ വെറുതെ അങ്ങോട്ടിട്ട് വട്ട് കളിപ്പിച്ചില്ലേ, എന്തിന്റെ കേടായിരുന്നു ഇവക്കെ, രാവിലെ മുതൽ തെണ്ടാൻ പോണം വൈകിട്ട് വരെ, അത് തന്നെ, അല്ലാതെ ഇവൾ അമ്പലത്തിലൊന്നും പോയതല്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നമ്മേ, ഞാൻ അമ്പലത്തിൽ പോയതാ, അമ്പലത്തിലെ പ്രസാദം ഇതാ, ഞാൻ സച്ചേട്ടന് വേണ്ടി നേർച്ച നടത്തി കൊണ്ടുവന്നതാ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്. സച്ചിയാണെങ്കിൽ ഈ സമയത്ത് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രേവതിനെ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി കാണാതെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞ രേവതിയോട് തനിക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് നമ്മുടെ സച്ചി മനസ്സിലാക്കിയ ആ ഒരു ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിക്കൊന്ന് രേവതിനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് സംസാരിച്ചാൽ മാത്രം മതി, എല്ലാ പ്രശ്നവും അവിടെ തീരും സച്ചിയുടെ. അത്രയോ സച്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും നമ്മുടെ ചന്ദ്ര ഈ സമയത്ത് അങ്ങ് പോയി, ശ്രുതിയും സുതിയും പോയി, വർഷയും ശ്രീകാന്തും അങ്ങ് പോയി. അപ്പൊ പിന്നെ രേവതി സച്ചി രവീന്ദ്രനും മാത്രമല്ലേ അവിടെ ഉള്ളൂ. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ മടുത്തില്ലേ, നിങ്ങൾ ഭക്ഷണം പോയി കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് നേർച്ച കിട്ടിയ ചോറും കഞ്ഞിയോ പയറും കഞ്ഞിയോ അങ്ങനെ കണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കാൻ സച്ചേട്ടാന്ന് പറഞ്ഞ് ഇവര് കഴിക്കാനൊക്കെ പോവാണ്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിയും തന്നെയുള്ള കുറച്ച് റൊമാൻസ് സീനുകളാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറയാ, സത്യമായിട്ടും രേവതി ഞാൻ പേടിച്ചു പോയി എന്ന് പറയുമ്പോ, ആണോ, അപ്പൊ എന്നോട് സ്നേഹം ഉണ്ടല്ലേ? ഓ, സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, അപ്പൊ എന്നോട് സ്നേഹമില്ലേ? എന്താ രേവതി ഇത്, നീ ഇങ്ങനെ ഓരോ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കരുതേ. സത്യമായിട്ടുവേ നിന്നെ കാണാതിരുന്നപ്പോഴാണ് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നും നീ ഇല്ലാതെ എനിക്ക് ഇനി ജീവിക്കാനേ പറ്റത്തില്ലെന്ന് മനസ്സിലായത്. അത്ര മാത്രമായിരുന്നു എന്റെ വിഷമം, അത് നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രേവതി നീ ഇനി ഇങ്ങനെ പറയാതെ ഒന്നും പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, സച്ചേട്ടാ എനിക്കറിയാം സച്ചേട്ടൻ എന്നോടുള്ള സ്നേഹം എന്താണെന്നൊക്കെ, പക്ഷെ സച്ചേട്ടൻ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞപ്പം എന്തോ എന്റെ കൺട്രോൾ അങ്ങ് പോയി. പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും അല്ലല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്കറിയാം രേവതി, നീ ഒരിക്കലും ഈ വീട്ടുകാർ എന്ത് പറഞ്ഞാലും നീ ഇറങ്ങിപ്പോവില്ല. അങ്ങനെ ഇറങ്ങിപ്പോകാനാണെങ്കിൽ എന്റെ അമ്മ എന്തൊക്കെ നിന്നോട് പറഞ്ഞിരിക്കുന്നു, നീ 7 പണ്ടേ ഇറങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞില്ലേ. എനിക്കറിയാം അമ്മ അങ്ങനെ അമ്മയല്ല, നീ അങ്ങനെ ഇറങ്ങി ഒന്നും പോവില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാം. ഏതായാലും അവരുടെ കുറച്ച് റൊമാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയോടെ ശ്രീകാന്ത് പറയാണ്, എടി ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി, രേവതിയെടുത്ത് ഈ സച്ചേട്ടനും തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം രേവതി ചേച്ചിനെ കാണാതെ പോയില്ലേ, ഏടത്തിനെ കാണാതെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർക്ക് കണ്ണുമൂക്കൊന്നും ഇല്ലായിരുന്നു. അയ്യോ, എല്ലാവരുടെയും മുമ്പിലോട്ട് സച്ചേട്ടൻ ഒരു കെട്ടിപ്പിടുത്തം അങ്ങ് പിടിച്ചില്ലേ. എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് അറിയാമോ? രേവതി ചേച്ചിയോട്. ആണോ, അങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നോ? ആന്നേ, അത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ശ്രീകാന്തേ. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്.
ഓ, ശ്രീകാന്ത് കാണിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറമെ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരാളാണല്ലോ ശ്രീകാന്ത്. ആര് പറഞ്ഞു പുറമെ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കില്ലേ? സ്നേഹം പ്രകടിപ്പിക്കണോ എന്ന് പറഞ്ഞാൽ അവര് തമ്മിലുള്ള ചെറിയ റൊമാൻസ് സീനും കാണിക്കാം. അപ്പൊ ആ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതിയോട് സച്ചി എല്ലാം പറഞ്ഞിരുന്നു കേട്ടോ. ശരത്ത് ഇങ്ങനെ കേസ് കൊടുക്കാൻ പോയെന്നും തനിക്കെതിരെയാണ് കേസ് കൊടുത്തതെന്നും ഞാൻ നിന്നെ എന്തൊക്കെയോ ചെയ്തു എന്നാണ് അവർ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് നമ്മുടെ രേവതി അടങ്ങിയിരിക്കുമോ? രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന് 2 എണ്ണം പറയാണ് ശരത്തിനെ, നിന്നോട് ആരടാ പറഞ്ഞ എന്റെ ഭർത്താവിന്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട്? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ പല പ്രശ്നവും കാണും, അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. ആദ്യം നീ ക്ലിയർ ആകാൻ നോക്ക്, ആദ്യം നീ ഞാൻ പറയുന്നത് കേക്ക്. നീ ആദ്യം എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ ആന്റണി ആയിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കുക ചെയ്യേണ്ടത്. നീ ആര് പറഞ്ഞിട്ടാ സത്യത്തിൽ കേസ് കൊണ്ട് കൊടുത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എന്നോട് ആന്റണി ചേട്ടൻ പറഞ്ഞു, രേവതി ചേച്ചിയോട് ആന്റണി ചേട്ടനൊക്കെ ഒരു സ്നേഹമുണ്ട്, ചേച്ചിനെ പോലെ തന്നെയാ. ഓ പിന്നെ അവനെന്നോട് സ്നേഹം? എടാ പൊട്ട, എടാ മണ്ട, നീ എന്താടാ ഇതുവരെ മനസ്സിലാകാത്തത്? കുടുംബത്തിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പല വഴികളും അവനൊക്കെ പറഞ്ഞു തരും. ഇതുവരെ നിനക്ക് വെളിവ് വീഴാറായില്ലേടാ? മര്യാദയ്ക്ക് അവനുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശരത്തങ്ങ് ഇറങ്ങി പോവുകയാണ്. ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയുക എന്നുള്ളതല്ലാതെ ശരത്തിന് ഇതിന് വല്ല വാല്യൂ കൽപ്പിക്കുമോ? അങ്ങനെ ഏതായാലും നമ്മുടെ രേവതി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ രേവതിയുടെ അമ്മേനെയും അതുപോലെ തന്നെ ദേവുവിനെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങാണ്. വഴക്കൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതിയും വീട്ടിലേക്ക് പോയി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ശത്രു എന്ന് പറയുന്നത് ആ PA. ശ്രുതിക്ക് കൊച്ചുണ്ടെന്നും അതുപോലെ തന്നെ ശ്രുതി ഒരു അമ്മയാണെന്നും വിവാഹം കഴിഞ്ഞെന്നും ഒക്കെ മനസ്സിലാക്കിയ ആ പുള്ളിക്കാരൻ കടയിലേക്ക് വരികയാണ്, ശ്രുതിയുടെ കടയിലേക്ക് വന്നപ്പോൾ അവിടെ ശ്രുതി ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വന്നിട്ട് നമ്മുടെ ശ്രുതിനെ വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് എന്റെ കല്യാണത്തിന് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വേണം, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ വേണം, അതൊക്കെ നീ ഫ്രീ ആയിട്ട് തരണമെന്ന്. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും തരാൻ പറ്റില്ല, ഇത് എന്റെ കട മാത്രമല്ല, ഇത് എന്റെ ഭർത്താവ് നടത്തുന്ന കടയാണ്, അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ ഫ്രീ ആയിട്ട് കൊടുത്തതെന്നൊക്കെ ചോദിക്കും. അത് വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് പ്രശ്നമാകണോ അതോ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണോ? എടി കല്യാണി, നീ കല്യാണിയാണെന്ന് ഞാൻ ഇവിടെ നിന്ന് ഉറക്കെ അങ്ങ് വിളിച്ച് പറയാം. എന്റെ പൊന്ന്, നിങ്ങളൊന്ന് പോയി തരുമോ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം എനിക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. നിന്റെ ഭർത്താവിനോട് പറയും, അമ്മയോട് പറയും. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് അവിടെ നിന്ന് ഫ്രിഡ്ജും TVയും വാഷിംഗ് മെഷീനും ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ ഇത് കൊണ്ടുപോകുന്നത് നമ്മുടെ ശ്രുതി കണ്ടോണ്ട് കയറി വരിക. അപ്പൊ ശ്രുതി അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനൊക്കെ പോയിട്ട് കച്ചവടം നന്നായിട്ട് നടന്നിട്ടുണ്ടല്ലോ. അയ്യോ ശ്രുതി, അപ്പൊ ഞാനില്ലാത്ത സമയത്ത് കച്ചവടം നടന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് നോക്കാൻ വേണ്ടി വന്നപ്പോ ക്യാഷ് ഇല്ല. അപ്പം ക്യാഷ് ആയിട്ടല്ല, ഗൂഗിൾ പേ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ, അതായത് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഗൂഗിൾ പേയിൽ നോക്കിയപ്പോൾ പൈസ ആരും ഇട്ടിട്ടുമില്ല. നീ പിന്നെ എങ്ങനെ ഈ ഫ്രിഡ്ജ്, ഈ വാഷിംഗ് മെഷീനൊക്കെ കൊടുത്തത് എന്തിനാ? പൈസ ഇല്ലാതെ കൊടുത്തത് എന്തിനാന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണത് EMI വഴിയാണ് കൊടുത്തത്, അത് എൻ്റെ ഒരു ക്ലയന്റിന്റെ ഭർത്താവാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ശ്രുതി, ഉറപ്പായിട്ടും എല്ലാ മാസവും അവർ പേയ്മെന്റ് നടത്തുന്നു. ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നീ പൈസ എത്രയും പെട്ടെന്ന് മേടിച്ചോണം, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറ്റിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു പറഞ്ഞു. ശ്രുതിക്ക് ആ ഒരു ഇത് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ചെയ്തത് ശരിയല്ലല്ലോ. ഒന്നാമത് ശ്രുതിയോട് ചോദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതി നല്ലതുപോലെ തന്നെ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രുതി അവിടെ നിന്ന് തട്ടിമുട്ടി രക്ഷപ്പെടും. അപ്പം ശ്രുതി ഈ കാര്യം ചെന്ന് മീരയോട് പറഞ്ഞപ്പോ മീര പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഒരു കാര്യം ചെയ്യാം, അവനെ ഒതുക്കണമെങ്കിൽ നമുക്ക് ആന്റണീനെ കൊണ്ട് ഒരു ചെറിയൊരു കൊട്ടേഷൻ കൊടുപ്പിക്കാണ്. അങ്ങനെ ഇവര് നേരെ ആന്റണിയുടെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ആന്റണിയുടെ അടുത്ത് ചെന്ന് പറയാണ്, ഫോട്ടോ കാണിച്ചിട്ട്, ഇയാൾക്കിട്ട് നിങ്ങൾ ഒരു പണി കൊടുക്കണം, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാന്ന് പറയുന്നു. പക്ഷെ ആന്റണി പറയുന്നുണ്ട്, എനിക്ക് പൈസയൊന്നും വേണ്ട, ഇയാൾക്കിട്ട് ഞാൻ പണി കൊടുത്തോളാം, ഇയാള് ഇനി എണീറ്റ് നടക്കാത്ത വിധം ആക്കിക്കോളാം എന്ന് പറയാണ്. അപ്പൊ കൊല്ലരുത് എന്നൊന്നും നമ്മുടെ ശ്രുതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കൊല്ലാനൊന്നും പാടില്ല, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് പ്രകാരം നമ്മുടെ ആന്റണി അയാളെ പിടികൂടാൻ പോകുന്നുണ്ട്. പക്ഷെ ആന്റണിക്ക് വേറൊരു ലക്ഷ്യവും കൂടെ ഉണ്ട്. ഈ ശ്രുതി ആരാണെന്ന് നന്നായിട്ട് അറിയാം. നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള ബന്ധം, രേവതിയും ശ്രുതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ ആ വഴി ചൂഷണം ചെയ്യാലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശ്രുതിയുടെ കൂടെ നിൽക്കുന്നതും. അയാളെ നമ്മുടെ ശ്രുതിയുടെ ശത്രുവിനെ എന്താ പറയാ, വകവരുത്താനല്ല, പുള്ളിക്കാരനെ പിടിച്ച് 2 പൊട്ടിയിലൊക്കെ കൊടുത്ത്
ഭീഷണിപ്പെടുത്തി വിടാനൊക്കെ പോകുന്നത്. പക്ഷെ ഈ പുള്ളിക്കാരനെ വിളിച്ചു വരുത്തുന്നുണ്ട് ആന്റണിയുടെ അടുത്തേക്ക്. പുള്ളിക്കാരനെ വിളിച്ചു വരുത്തുമ്പോൾ പുള്ളിക്കാരന് അടി കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ബൈക്ക് എടുത്തിട്ട്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു പേരമ്മ, ഒരു മുത്തശ്ശീനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങാണ്ട് ഈ പുള്ളിക്കാരൻ ഓടുന്ന സമയത്ത് നമ്മുടെ സച്ചി അവിടെ വരികയാണ്. അപ്പൊ സച്ചി വന്ന് ഇവനെ പിടിച്ച് കുറെ അടിച്ചു പൊട്ടിക്കുകയാണ്. അടിച്ചു പൊട്ടിച്ച് സച്ചി ചോദിക്കുവോ, നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? നീ ഒരു പാവ സ്ത്രീയെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് എങ്ങോട്ടാടാ പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി നവീൻ എന്നങ്ങണ്ടാന്ന് തോന്നുന്നല്ലേ അവന്റെ പേര്, നമ്മുടെ ശ്രുതിയുടെ ശത്രുവിന്റെ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പം പുള്ളിക്കാരനെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് എന്താ പറയുക, ജംഗ്ഷന്റെ അടുത്തങ്ങാണ്ടായിരുന്നു സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോ പോലീസിനെ അറിയിച്ചപ്പോ തന്നെ പോലീസ് വന്ന് ഈ പറയുന്ന നമ്മുടെ ശ്രുതിയുടെ ശത്രുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. പക്ഷെ അതിന് സച്ചിയാണ് കാരണക്കാരൻ കേട്ടോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാന്. ഈ ആന്റണിയുടെ അടുത്ത് ചെന്ന് പേടിച്ചിറങ്ങി ഓടി. ഇപ്പൊ സച്ചിയും കൂടെ കണ്ടത് കൊണ്ടാണല്ലോ സംഭവം നടന്നത്. പക്ഷെ ആന്റണി വരുമ്പോഴത്തേക്ക് പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ആ ഒരു സീനാണ് അവിടെ കാണുന്നത്. സച്ചി അടിച്ച് പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. അപ്പൊ ആന്റണി എന്ത് ചെയ്യുന്നു, പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ആ ഒരു സീന് പിടിച്ച് നമ്മുടെ ശ്രുതിക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ശല്യം ഒന്നും ഉണ്ടാവില്ലെന്ന് പറയുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ചെറിയൊരു കേസ് മാത്രമാണ്. ഇപ്പൊ തന്നെ അയാള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാക്കിയതിന്റെ ആ ഒരു കേസ് കാണും. അല്ലാതെ പോലീസ് പിടിച്ചിടുവോ വേറൊന്നും ചെയ്യുന്നില്ല, ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രേവതി ഇനി ജോലിക്ക് പോകണ്ട എന്ന് ഒരു തീരുമാനത്തിലാണ് ചന്ദ്ര. രേവതി ഇനി ജോലിക്ക് പോകണ്ട, ഈ വീട്ടിലെ പണി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയാണ്. ഈ സമയത്ത് രേവതി ജോലിക്ക് പോകണ്ടെങ്കിൽ ബാക്കി പെണ്ണുങ്ങളാരും ജോലിക്ക് പോകണ്ട എന്നൊരു തീരുമാനവും ബാക്കി പുറകെ നമ്മുടെ സച്ചിയാണല്ലോ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക. അമ്മ ഈ വീട്ടിൽ ജോലി ചെയ്യാതിരിക്കാൻ അമ്മയ്ക്ക് ജോലിക്ക് പൊക്കൂടെ, അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുക. അങ്ങനെ ഭാമയുടെ വീട്ടിൽ ഒരു ചെറിയ റൂം റെന്റിനെടുത്ത് നമ്മുടെ ചന്ദ്ര ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെയും അതുപോലെ തന്നെ അടുത്ത ഒരു ഫുൾ ആഴ്ചയായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഫുൾ ആഴ്ച കാണേണ്ട വിശേഷമാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ എല്ലാവരും എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സജഷൻസ് ഒക്കെ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ ടാറ്റ, ബൈ ബൈ.